ദുരന്തഭൂമിയിലും രാഷ്ട്രീയം കളിക്കുന്ന ഭരണകൂട നെറുകേടിന് തകർപ്പൻ മറുപടി കൊടുത്തു ഷാഫി പറമ്പിൽ MP. ഷാഫി ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചത്. 3 നേരവും 4 ദിവസമായി 5 മുതൽ രാത്രി 12 മണിവരെയും 35,000 പേർക്കും ദുരിതബാധിതർക്കും സേനാംഗങ്ങൾക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും അന്നം കൊടുത്തവർ അഭിമാനമാണ്. വൈറ്റ് ഗാർഡ് അവരെ സർക്കാർ സംവിധാനങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ മതി. വേറൊരു ചുക്കും വേണ്ട, അല്ലെങ്കിൽ ഒരു പുല്ലും വേണ്ട എന്നാണ് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചത്. ഇതിനോടകം തന്നെ പോലീസിന്റെ നന്ദികേടിനോട് പ്രതികരിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു കഴിഞ്ഞു. യൂത്ത് ലീഗിന്റെ ക്യാന്റീൻ പൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ പ്രശ്നമാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഭക്ഷ്യസുരക്ഷാ പ്രശ്നം മുൻനിർത്തി പല വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന, പ്രത്യേകിച്ച് രോഗികൾക്ക് കൊടുക്കുന്ന DYFIയുടെ പൊതിച്ചോറ് നിർത്തലാക്കേണ്ടേ എന്നും പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ വിമർശിച്ചോളൂ, അല്ലെങ്കിൽ ഇതുപോലെ ദ്രോഹിച്ചോളൂ, പക്ഷെ അവരെ അനുകരിക്കാനാവില്ല, അതുറപ്പാണ്. ദുരന്തമുഖത്തെ ലീഗിന്റെ ഇടപെടലിലും പ്രവർത്തനത്തിലും വൈറ്റ് കാർഡിന്റെ പേരെടുത്ത് പറഞ്ഞ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ എന്തെങ്കിലും കേരള ജനത പ്രതീക്ഷിച്ചിരുന്നു. ആ നന്മ ചെയ്തവരെ സമൂഹം ആദരിച്ചു കഴിഞ്ഞു. മനുഷ്യ മനസ്സിലാണ് അവരുടെ സ്ഥാനം. ജാതിയോ മതമോ പാർട്ടിയോ നോക്കാതെ, ആരോടും 1 രൂപ പോലും വാങ്ങാതെ അവർ ചെയ്ത സേവനം ഓരോ മലയാളികളുടെ മനസ്സിലും എന്നെന്നും ഓർമ്മിക്കപ്പെടും തീർച്ച. സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ 4 ദിവസവും ചെയ്യാൻ കഴിയാത്തത് അവിടെ കഷ്ടപ്പെടുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും സർക്കാർ സേവനങ്ങൾക്കും എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയവരെയാണ് യാതൊരു അറപ്പുമില്ലാതെ നിങ്ങളുടെ പുല്ല് ഞങ്ങൾക്ക് വേണ്ട എന്നവർ വളരെ ലാഘവത്തോടെ പറഞ്ഞത്. ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും രംഗത്ത് വന്നിട്ടുണ്ട്. DIG തോംസൺ ജോസ് വന്ന് പാചകപ്പുര നിർത്താൻ പറഞ്ഞു. സർക്കാർ തീരുമാനങ്ങളാണെന്ന് പറഞ്ഞു. ചോദ്യം ചെയ്ത സംഘാടകരെ ഭീഷണിപ്പെടുത്തി. സങ്കടത്തോടെ അവരിന്ന് ഭക്ഷണ വിതരണം നിർത്തി. വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ സർക്കാരിനെതിരെ ഒരക്ഷരം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പരാതികളില്ലാത്തത് കൊണ്ടല്ല, ദുരന്തമുഖത്ത് ചേർന്ന് നിൽക്കുക എന്നത് പാർട്ടിയുടെ നിലപാടായതുകൊണ്ടാണ് എന്നാണ് ഫിറോസ് ചൂണ്ടിക്കാണിച്ചത്. ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിച്ചത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ്. 4 ദിവസം വിശ്രമമില്ലാതെ സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ എന്നാണ് ഫിറോസ് പറഞ്ഞത്. ഇങ്ങനെ ഈ വിഷയത്തിൽ നിരവധി പേരാണ് സർക്കാർ നീക്കങ്ങൾക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.